ഇന്നത്തെ വീഡിയോ നമ്മൾ കിച്ചണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മോനെ ഇപ്പോൾ കൊണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ ഒരു 10:30 ആയപ്പോഴാണ് ഞാൻ കിച്ചണിലോട്ട് കയറിയത്. കാര്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളൊന്നും ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നും ഒരുപോലെയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇന്ന് എനിക്ക് എന്തോ ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഒരു തലവേദന പോലെ രാവിലെ. അപ്പോൾ പിന്നെ മൂടങ്ങ് പോയി. അപ്പോൾ സാധാരണ മോനെ കൊണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ കിച്ചൺ ഫുൾ ക്ലീനാക്കി ഇടാറുണ്ട്. അതിനുള്ള ടൈം എനിക്ക് കിട്ടും. കാര്യം അവനിപ്പോൾ ബസ്സിലല്ല അയക്കുന്നത്, കൊണ്ടാക്കാറാണ് പതിവ്. തിരിച്ചവൻ ബസ്സിലിങ്ങ് പോരും. അപ്പോൾ എനിക്കതിനുള്ളൊരു സമയം കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് വയ്യാത്തതുകൊണ്ട് രാവിലെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറേ സമയം വിശ്രമമൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറിയത് കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു മീനാണ് കേട്ടോ. ഇത് വീട്ടിൽ വളർത്തുന്നതാണ്. വീട്ടിൽ വളർത്തുന്ന കരിമീൻ. സാധാരണ കായൽ അങ്ങനെയൊക്കെ അല്ലേ. ഇതിപ്പോൾ അവർ വീട്ടിൽ തന്നെ കുളമൊക്കെ സെറ്റ് ചെയ്ത് വളർത്തുന്നതാണ്. ഇതിനെ കൊണ്ടുവന്നപ്പോൾ ആ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിനകത്താണ് കൊണ്ടുവന്നാൽ ജീവനുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഓട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ ഋഷിക്ക് സ്കൂളിൽ പോകുന്നവരെയും അതിൻ്റെ പിറകെയുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൻ തിരിച്ച് വരുമ്പോഴും അതുപോലെ ബക്കറ്റിനകത്തിട്ട് വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയേക്കുന്നത്. ഇനിയിപ്പോൾ അതിനുള്ള സമയമില്ലല്ലോ, നമുക്കിതിനെ ഫ്രൈ ചെയ്ത് കഴിക്കണം. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് കരുതി. ഇതിപ്പോൾ ഇവിടെ വീടിനടുത്തുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ ഇത് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക്. ഇതിപ്പോൾ 1 കിലോ അവർ 250 രൂപയ്ക്കാണ് തന്നത്. ഇതിപ്പോൾ ഒരു 8 എണ്ണം അങ്ങാണ്ട് ഉണ്ട്. അപ്പോൾ ഇതിന് ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു തന്ന ഒരു രീതിക്കനുസരിച്ച് കട്ട് ചെയ്യാൻ നോക്കുവാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കയ്യിൽ നിൽക്കില്ല, ഭയങ്കരമായിട്ടും തെന്നി പോകും. അപ്പോൾ നമുക്ക് പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ പാടാം. അല്ലെങ്കിൽ പിന്നെ ഇത് മണ്ണിലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ചാമ്പൽ അതൊക്കെ തേച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ കട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിന് ജീവനുണ്ടായിരുന്നു കേട്ടോ. പാവമല്ലേ. പോട്ടെ. അങ്ങനെ ഒരു വിധമൊക്കെ കയ്യിൽ പിടിച്ചു വെച്ച് അതിൻ്റെ ഇതൊക്കെ ഇളക്കി സൈഡൊക്കെ കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. പിന്നെ കൈ മുറിയാണ്ട് നോക്കണം. കാര്യം സൈഡിലൊക്കെ നല്ല കൂർത്ത മുള്ളിരിപ്പുണ്ട്. അത് കയ്യിൽ പൊത്തേറിയ നല്ല പണി കിട്ടും. അപ്പോൾ അത് ആ ഒരു രീതിയിലൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. വെൽക്കം ചെയ്യാൻ മറന്നുപോയി. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് ഇനി ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ഒരു തലവേദനയാണ്. എനിക്ക് സംഭവം തലവേദന ഉണ്ട്, പക്ഷേ ഇതുവരെ മൈഗ്രെയിനിലോട്ട് കടന്നിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ അതങ്ങ് മാറാറുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ ആയിട്ടും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ മാറേണ്ടതാണ്, പക്ഷേ മാറിയില്ല. അങ്ങനെ ടാബ്ലറ്റ് കഴിച്ച് ഞാൻ മാറ്റാറില്ല, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ എപ്പോഴും ഒട്ടും നിൽക്കുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ഞാനൊരു ഡോളോ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ അതിലുള്ളൊരു വ്യത്യാസം കൊണ്ടാണ് ഇപ്പോൾ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴേക്കും മോനൊരു 2:30-2:45 ആകുമ്പോൾ വരും. അപ്പോൾ പയ്യെ ചെയ്യാം. എനിക്ക് തുണിയും കഴുകാനുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അത് കഴുകി ഉണക്കാൻ ഞാൻ മേലെ കൊണ്ട് വിരിച്ചില്ല. കാര്യം എനിക്ക് മേലെ കയറാൻ ഒട്ടും വയ്യായിരുന്നു. അതിനൊക്കെ ശേഷമാണ് പിന്നെ ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ചത്. അപ്പോൾ ഈ കിച്ചണിലെ പരിപാടി കഴിഞ്ഞിട്ട് വേണം മേലെ കൊണ്ടുപോയി തുണി വിരിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ മീനെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് അത് കറിയാക്കുന്നില്ല കേട്ടോ, ഫുൾ ഫ്രൈ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ കഴിക്കാൻ നേരത്ത്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ഒരു അരപ്പൊക്കെ ഉണ്ടാക്കുവാണ്. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കഴിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ മൈഗ്രെയിനിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചിലപ്പോൾ എനിക്ക് തോന്നും ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതുപോലെയൊക്കെ ഒന്നും ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ ഉള്ളവർ പറഞ്ഞു കേട്ട അറിവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാകുന്ന സിംറ്റംസൊക്കെ. ആരെങ്കിലുമൊക്കെ ഈ ഒരു മീനിനെ കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? നല്ലതാണോ? ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഫ്രൈ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പം നല്ലതാണോ, ആകുമോ ചീത്തയാകുമോ എന്നൊക്കെയുള്ള ടെൻഷൻ കാരണമാണ് അത് വെക്കാഞ്ഞത്, കറിയാക്കാഞ്ഞത്.
പിന്നെ വയ്യല്ലോ, പിന്നെ കറി വെക്കാനായിട്ട് നിന്നില്ല. ഇതാകുമ്പോൾ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സമയമാകുമ്പോഴത്തേക്കൊന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അതുവരെ ഒന്ന് കിടക്കാം എന്നൊക്കെയുള്ള ചിന്തയിലാണ്. നോക്കട്ടെ എങ്ങനെ ആവുമെന്നറിയില്ല. ഇതിപ്പോൾ കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പിറകുവശമൊക്കെ ഫുള്ള് ഇങ്ങനെ പോച്ചയൊക്കെ കയറി ഭയങ്കര ബുദ്ധിമുട്ട്, ഇറങ്ങാനും തൂക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ അവക്കാഡോ സീസൺ കഴിയാറായല്ലോ, ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അതിനി നമുക്ക് വളം ചെയ്യണം. അപ്പോൾ വളം ചെയ്യാനുള്ള ആളൊക്കെ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, അവർ ഇതുപോലെ മഴയാകുമ്പോൾ അവർക്കിങ്ങനെ വരാൻ പറ്റുമല്ലേ. അപ്പോൾ അവർ ഓരോ എക്സ്ക്യൂസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വളം ഇടണം. പിന്നെ കുറച്ച് എന്താ പറയുക, ലൈൻ കമ്പിയിലോട്ടൊക്കെ ചായുന്ന പോലൊരു ഫീൽ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. കുറച്ചൊക്കെ ഒന്ന് കോതാനുണ്ട്, ഒരുപാടില്ല, ഭയങ്കരമായിട്ട് ഒന്ന് റോഡിലോട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് കോതി വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ പിന്നെ ലൈമാൻ വരുമ്പോഴത്തേക്കും നമുക്ക് പണി കിട്ടും. അവർ തന്നെ അങ്ങ് ഓടിച്ച് കളയുമ്പോൾ ചിലപ്പോൾ അത് വല്ലാത്ത രീതിയിലൊക്കെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു മരത്തിന് തന്നെ ഒരു വിഷമമാവും, ആ ഒരു രീതിയിലൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് ഓടിച്ച് കളയാമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ചധികം വിത്തുകളൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നടണം, ഒന്നുകൂടി ഒരു കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ നാരങ്ങയുടെ സീസൺ ആയിട്ടുണ്ട് കേട്ടോ. നാരങ്ങ എല്ലാം പിടിച്ചിട്ടുണ്ട്, എല്ലാം നല്ല പച്ച കളറിൽ നിൽപ്പുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, തറയെന്നൊക്കെ പറക്കിയെടുക്കുന്നത്. അത് രാവിലെ അങ്ങനെ വീണ് കിടക്കും കേട്ടോ, നല്ല പഴുത്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതുപോലൊരു വീഡിയോ നമുക്ക് ചെയ്യാം. വിളഞ്ഞൊക്കെ വരട്ടെ, കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ചെറുതാണ്, പച്ച കളറിൽ നിൽക്കുവാണ്, മഞ്ഞ കളറൊക്കെ ആവട്ടെ, അപ്പോഴേക്കും നമുക്കൊരു അടുത്ത വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിന് വേറെ വെജിറ്റബിളായിട്ട് ഞാൻ ഒന്നും വെക്കുന്നില്ല. ഇന്നിപ്പോൾ ചമ്മന്തിയും തൈരും പിന്നെന്താ ഈ ഒരു ഫിഷ് ഫ്രൈ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് തന്നെ എനിക്ക് വയ്യ, എന്നാലും വെച്ചല്ലേ പറ്റും, നമുക്ക് കഴിക്കണ്ടേ, കുഞ്ഞിനൊക്കെ കൊടുക്കണ്ടേ, അച്ഛനുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് വെക്കുവാണ്. ഇതോടെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് മേലെ പോകണം തുണി വിരിക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഭയങ്കര നല്ലൊരു അഭിമാന നിമിഷമല്ലേ നമുക്കല്ലേ. നമ്മുടെ സ്വന്തം ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതെനിക്കൊന്ന് 12 മണി കഴിയുമ്പോഴെന്തോ ആണ് ആ ഒരു ടൈം. അപ്പോൾ ഇത് ഈ ചമ്മന്തി അരയ്ക്കുന്നതിനിടയിൽ ഞാൻ ഓടിപ്പോയി TV യിൽ നോക്കുന്നുണ്ട് കേട്ടോ, അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആക്സിയം അങ്ങോട്ട് ബഹിരാകാശത്തേക്ക് പോവുകയാണ് 14 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, അഭിമാന നിമിഷമല്ലേ, എന്താ പറയുക, അതിലെഴുതി കാണിക്കുമ്പോൾ തന്നെ ആകാശത്തോളം അഭിമാനം. അപ്പോൾ ആ ഒരു സംഭവം, ഒരു മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി TV യുടെ ഫ്രണ്ടിൽ വന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ കാണേണ്ടതല്ലേ അല്ലേ, നമ്മൾ ഇന്ത്യക്കാരതൊക്കെ കണ്ടിരിക്കേണ്ടതല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കി ചമ്മന്തിയുടെ പരിപാടികളാണ് നടക്കുന്നത്. പാത്രത്തിലോട്ട് മാറ്റി, ഒന്നിൽ എനിക്കും ഋഷിക്കും ഉള്ളത് മാറ്റി കേട്ടോ. ബാക്കി ചമ്മന്തിയിൽ 2 ഉണ്ടമുളകാണ് ഇട്ടിരിക്കുന്നത്. കാര്യം അത് അച്ഛനുള്ളതാണ്, അത് എനിക്കും മോനും പറ്റത്തില്ല. അത്രമാത്രം എരിയുള്ള ഉണ്ടമുളകാണ് കേട്ടോ. ഉണ്ടമുളകില്ലേ, അതാണ് ഭയങ്കര എരിവാണ്. ഇവിടുത്തെ അല്ല, പുറത്തുനിന്ന് മേടിച്ചതാണ്. അപ്പോൾ അച്ഛൻ്റെ ചമ്മന്തിയിൽ അതിട്ട് ഇളക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൈരും കൂടി ആയപ്പോഴേക്കും ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഞാൻ മേലോട്ട് പോകുന്നത് കേട്ടോ തുണി വിരിക്കാൻ. അല്ലാണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് സമയം എൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേലെ വന്നു കേട്ടോ. തുണിയൊക്കെ പറക്കി എടുത്തുകൊണ്ടുവന്നു. ഇതുപോലെ 2 ബക്കറ്റിൽ തുണി കാണും, എന്നും ഇതുപോലെ കാണും എന്നുമല്ല, ഞാനൊരു 3 ദിവസം കൂടുമ്പോഴാണ് തുണി കഴുകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും തുണിയൊക്കെ കാണും. ഋഷിക്ക് തന്നെ ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഡ്രസ്സ് മാറും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരും. അപ്പോൾ പിന്നെ അത് മാറും. പിന്നെ എപ്പോഴും അവന് വിയർക്കും, തലയൊക്കെ വിയർക്കും. അപ്പോൾ വീണ്ടും പറം കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്നത്തെയും പോലെ നമ്മൾ അവക്കാഡോ തീർന്നെങ്കിലും ഒന്ന് നോക്കാനായിട്ട് ഒന്ന് പോകണമല്ലോ, ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് പോയി കുറച്ച് നേരം അവിടെ നിന്ന് വായി നോക്കാം. പിന്നെ നല്ല മേൽഭാഗമല്ലേ, അവിടെ നിൽക്കുമ്പോൾ നമുക്ക് റോഡും നാടും മൊത്തത്തിൽ കാണാം. ഒന്ന് വായി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത്. ഇനി താഴെ പോയിട്ട് ഞാൻ ചോറ് കഴിക്കും കേട്ടോ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചെന്നിട്ട് അച്ഛനും ചോറ് കൊടുത്തിട്ട് ഞാൻ കഴിക്കും. ഋഷി വരാൻ പിന്നെ ഒരു 1.5 മണിക്കൂർ കാണും. അപ്പോൾ അതുവരെ കഴിച്ചിട്ട് TV യും കണ്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ഫിഷെല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുമല്ലേ, അപ്പോൾ താഴെ വന്ന ഉടനെ ഞാൻ അതിനെടുത്തങ്ങ് ഫ്രൈ ആക്കുവാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കും അച്ഛനും ഋഷിക്കും ലൂണയ്ക്കും വേണ്ടിയിട്ടുള്ള 4 പീസ് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് റെഡിയായി, ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്